Good morning, guys. Welcome back to another video. Guys, നമ്മൾ പല്ലുവേനയുടെ വായവേനയുടെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ടയർഡായി തുടങ്ങി ഗൈസ്. ഇപ്പം അത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഞാനല്ല, ഞാൻ എവിടെയോ ആണ്, ഞാൻ വേറൊരു ലോകത്താണ്. കണ്ടോ, അവൾ ഫുഡ് കഴിക്കുകയാണ്. സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് കഴിയുമ്പോ എങ്ങോട്ട് പോവും? സുഖാണോ അവനെ കാണാൻ? ഞാൻ റെഡിയാവാൻ പോവാണ്. പക്ഷെ എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഞാനൊരു പഴം കഴിച്ചു. ആൻഡ് that banana will make me healthy. നമുക്കൊന്ന് പോയിട്ട് വല്യമ്മനെയൊക്കെ കാണാം. ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ. എന്തായാലും നാളെ എനിക്ക് തിരിച്ചു വരും. ഗോയ്സ്, നമ്മൾ സർപ്രൈസ് ആയിട്ട് വല്യമ്മനെ കാണാൻ പോവാണ്. വല്യമ്മനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല വരുമെന്ന്. എവിടെയെങ്കിലും ഒരു വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ വല്യമ്മക്ക് മനസ്സിലാവും നമ്മളായിരിക്കും, അത് മോട്ടോറിക്ഷ ആണെങ്കിൽ. എന്നാലും കുഴപ്പമില്ല, സർപ്രൈസ് ആയിട്ട് നമ്മൾ പോവാണ്. ഞാൻ റെഡിയായി. ഓ ഗൈസ്, നമ്മൾ വീണ്ടും പുതിയ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. പുതിയ ടീഷർട്ട് തീരുന്ന വരും നമ്മൾ വല്യമ്മാന്റെ വീട്ടിൽ പോകാൻ ഇറങ്ങാണ്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാൻ പോണു? നാരങ്ങ കടിക്കാൻ പോണു. വീണ്ടും നമ്മുടെ ശശിയേട്ടൻ നമ്മൾ എത്താറായി. ഇന്ന് കാശായിട്ടാണ് കൊടുത്തത്. സാധാരണ GPay ആണ് ചെയ്യാറ്. ശശിചേട്ടൻ ഓ മൈ ഗോഡ്, ഇന്ന് കാശായിട്ടാണോ? മിടുക്കത്തി. അതെ, അവളുടെ കാശാണ്. കാശല്ലേ, കാശാണ്. ഗൈസ്, ഈ വീട്ടിലാരും ഇല്ല ഗൈസ്, നമുക്ക് കോൾ ചെയ്യണം ഗൈസ്. നീ തക്കുവിനെ വിളിച്ചേ ഫോണിൽ? നിനക്ക് വിളിക്കാൻ പറ്റില്ല, ഓഫറും ഇല്ല, തെണ്ടി വന്നേക്കൂല. ലുക്കൊക്കെ കണ്ട ഗൈസ്. അവര് ആദ്യമേ പറഞ്ഞില്ല ഗൈസ്, അവര് തക്കു വാഷ്റൂമിലാന്ന് തോന്നുന്നു. വെല്ലുമ്പോൾ ഉറങ്ങുക. ഞങ്ങൾ ബാക്ക് എവിടെ, അത് എപ്പോഴൊന്നും ചെയ്യില്ല. പൊക്കോ, നീ അതിനൊന്നും ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ സൈഡ് വഴി പോയി നോക്കാം ഗൈസ്. ബാക്ക് ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ അതുവഴി പോവാം. ഒരു അരഹമ്മ എന്നെ കുത്തിന്ന് തോന്നിട്ടോ. കടന്നല്ലേ ഗൈസ്, കടന്നൽ തുറന്നിട്ടുണ്ടാ? ഭാഗ്യം ഗൈസ്, വാതിൽ തുറന്നിട്ടുണ്ട്. കടന്നൽ കടിക്കാൻ നന്നായി. വെല്ലുമ്മ ഉറങ്ങുവാണോ നോക്കട്ടെ. ഈ വെല്ലുമ്മ ഞങ്ങള് വെല്ലുമാനെ ഉറങ്ങുവാണെങ്കിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാണ്ട് വന്ന് വാതിൽ ഉറക്കാൻ വെച്ചു. അപ്പൊ ഞങ്ങളെന്നാ ബാക്കിൽ കൂടെ വരാന്ന് പറഞ്ഞ ഞങ്ങള് ബാക്കിൽ കൂടെ വന്നു. വെല്ലുമാനെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു വന്നു. അപ്പതേ ഒരാള് ഫോണും നോക്കി ഇരിക്കണ്. കടന്നൽ കുത്താഞ്ഞ നന്നായി ഗൈസ്. ഞങ്ങള് ബാക്കിൽ കൂടെ കേറി ഗൈസ്. ഇവിടെ തന്നെ എടുക്കാൻ പോവാണ്. നീ എന്താ ചെയ്യണത്? നീ ഇങ്ങനെ ഇരിക്കണ്ട, നീ മര്യാദക്ക് നിന്നാ മതി. തളർന്ന് അടുത്ത് വന്നു. സുഖാണ്. എക്സാം ആണ് ഗൈസ്. യെസ്, കഴിഞ്ഞ ഇല്ല, തിങ്കളാഴ്ചയും കൂടി. എന്ത് എക്സാം ആയിരുന്നു ഇന്ന്? ബയോളജി. നമുക്ക് ബോട്ടണി ആൻഡ് സുവോളജി ഉണ്ടായിരുന്നു. പക്ഷെ സക്സസ്ഫുള്ളി രണ്ടിലും ഞാൻ എല്ലാം തെറ്റിച്ചു. 5 മണിക്ക് ഞാൻ രാവിലെ ഇരുന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ചെന്നു ആരും എക്സാം റൂമിൽ ഹെൽപ്പ് ചെയ്യാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആരും
ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ വേണം ജയിച്ച് മുന്നേറാൻ. നമ്മളെ താങ്ങായും തണലായും ആരും ഉണ്ടാവില്ല. ഞാൻ പഠിച്ചിട്ട് പോയതായിരുന്നു, പക്ഷെ അത് ഭയങ്കര ടഫായിരുന്നു. സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് ശരിയാക്കണം. അടുത്ത പരീക്ഷയ്ക്ക് ശരിയാക്കണമെങ്കിൽ ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം. ഈ വർഷം കഴിഞ്ഞു, നമുക്ക് അടുത്ത വർഷം ബോർഡ് എക്സാം. അടുത്ത വർഷം അവൾ തിരിച്ചു വരും അല്ലേ? സുഗാണോ വരും ഫുൾ A+ ആയിട്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാളത്തെ വാഗ്ദാനമാണ്. വാഗ്ദാനം ഗുയ്സ്, നമ്മൾ പാടിയ ഒരു പാട്ടിന്റെ വീഡിയോ എടുക്കാൻ പോവാണ്. സുഗാണോന്റെ കമ്മലാണത്. ഇങ്ങനെ എന്ത് നല്ല രസല്ലേ? സുഗാണോന്റെ കമ്മലും സുഗാണോന്റെ ചേച്ചിയുടെ ഉടുപ്പും. സ്വന്തമായിട്ടൊന്നുമില്ല. മതി. നമ്മൾ അന്ന് പാടിയ പാട്ടിന്റെ വീഡിയോ എടുക്കാൻ പോവാണ്. അത് ഏറെ പാട്ടെന്ന് പറഞ്ഞത്? പാട്ട് പറഞ്ഞു. തമ്പിരാൻ നോയമ്പ് തുണയായിരിക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പാടിയിട്ട് വരാൻ പറയും. നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞു. വീഡിയോ എടുത്തിട്ട് ഇനി എഡിറ്റ് ചെയ്യണം, അത് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഗോ വാച്ച് ഇറ്റ് ദേർ. പനിയുണ്ടോ ഗൈസ്? വിശന്നാൽ നമ്മളല്ലാതാക്കും. അപ്പോൾ നമ്മളല്ലാതായി തുടങ്ങി എന്നെനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ അടുക്കളയിലോട്ട് വന്നത്. ദോശ, ഓട്ടയുള്ള ദോശ. ഓട്ടയുള്ള ദോശ കിട്ടി, അതും സാമ്പാറും. ആൻഡ് വി ഹാവ് അച്ചാർ ആൻഡ് വി ഹാവ് ചായ. ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കാൻ പോകും ഗൈസ്. ഇതും ഞാൻ സിനിമ കാണാൻ പോവാണ്. മീനത്തിൽ താലികെട്ട്, ആ സിനിമ. അതും വെച്ചിട്ട് വേണം കാണാൻ. ഇതെന്താ? മീനച്ചാർ. അപ്പോൾ ഗൈസ്, ഞാൻ തിന്നിട്ട് വരാം. ഗൈസ്, കുറച്ച് പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അന്ന് ഞാൻ കാണിച്ച ഈ പറമ്പ് നമ്മുടെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ അല്ല, അത് വേറെ ആളുടെയാണ്. അത് അപ്പുറത്തെ വീട്ടിലെ ആളുടെ പറമ്പാണ്. നമ്മളും ആ പറമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുറച്ച് പേരത് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും കാടും ഈ കാണുന്ന കാടും ഒക്കെ നമ്മുടെയാണെന്ന്. ഇതൊക്കെ വേറെ വേറെ ആൾക്കാരുടെയാണ്. ഓക്കെ, ഗൈസ്, നമ്മൾ വീണ്ടും പോകുന്നത് എങ്ങോട്ടാണെന്ന് ഗസ് ചെയ്യണം. പാമ്പ് വായ പൊളിച്ചതായിരിക്കും. നമ്മൾ പോകുന്നത് വെൽകെയർ ഹോസ്പിറ്റലിലേക്കാണ്. വീണ്ടും നമ്മൾ സെയിം ആളെയും കൊണ്ടാണ് പോകുന്നത്. അതെ, ഇന്ന് അലർജിയാണ് വിഷയം. കഴിഞ്ഞ ദിവസം നടുവേദനയായിരുന്നു വിഷയം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വായവേദനയായിട്ടാണ് ഞാൻ പിന്നെ വലിക്കേറി പോയത്. അതിൻ്റെ ഇടയ്ക്ക് പൂപ്പിനെയും കൊണ്ട് അലർജി ആയിട്ട് പോയി. അയ്യോ, എന്നെ കാണുന്നില്ലല്ലേ. ഇപ്പോൾ മൂത്തുമാനെയും കൊണ്ടും അലർജി ആയിട്ട് പോവുകയാണ്. പേഷ്യൻ്റ് പോകുന്നു. ഡോക്ടറെ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, എനിക്ക് ഡാർക്ക് സർക്കിൾ വന്നു കേട്ടോ. അത് ശരിയായ നടപടിയല്ല, മാറ്റിയെടുക്കണം. മൂത്തുമാനോട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഗൈസ്, ഇവിടെ ഒരാള് സെയിം ഉമ്മച്ചീനെ പോലെ തന്നെ ഒരാള് ഇഞ്ചക്ഷൻ കുത്തി. നമുക്ക് കലമലോഷൻ കിട്ടി. പിന്നെ മരുന്നുകൾ വീണ്ടും വലിക്കുക. 2 മരുന്നുകൾ, 3 മരുന്നുകൾ. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. Going to reach
കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് നാരങ്ങളൊക്കെ കുടിച്ച് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എൻ്റെ നാക്കൊക്കെ കുഴയാണ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർസിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് താജ് വീട്ടിൽ പോയി ഉറങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കാനേ പറ്റുന്നില്ല. വിളിച്ച് കളിയാക്കുവാണോ കൊച്ചിനെ? അല്ല കുട്ടാ, വിളിച്ച് കളിയാക്കിയോ കൊച്ചിനെ? ഒരേ മുഖം. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഗുയ്സ്, നമ്മളിന്ന് രാത്രി ഓട്സ് ആണ് കഴിക്കുന്നത്. ഓട്സ് ഇസ് മൈ ഫേവറേറ്റ്. ഞാൻ LKG മുതൽ ഓട്സ് കഴിക്കുന്നതാണ് ഗൈസ്. LKG മുതൽ. അയ്യോ കണ്ണതേ മുഴുത്തു. കൊച്ചിന് പാപ്പം വേണം. കൊച്ച് പാപ്പം തിന്നാറുള്ളത് ഈ പേപ്പറിലാണ്. ബെല്ലാച്ചിക്ക് പേപ്പറാണ് ഏറ്റവും ഇഷ്ടം. ബാ കഴിച്ചോ. ഗേവി ഇല്ലാട്ടാ, ഗേവി ഇല്ലപ്പാ. ഓണം നോക്കിക്കേ. അയ്യോ വരാൻ മടിയാന്ന് തോന്നുന്നു. അവോയ്ഡ് ചെയ്തു ബെല്ലമണി, നമ്മള് അവോയ്ഡ് ചെയ്തു. അവൾക്ക് ഗേവി വേണം ഗൈസ്. ഗേവി നോക്കണുണ്ടോ? ഗേവി എന്ന് പറയുമ്പോ ഗേവിയാണോ വേണ്ടത്? ബെല്ലാച്ചിക്ക് ഗേവിയാണോ വേണ്ടത്? ഗൈസ് ഇപ്പൊ ആള് കൂടി, കാരണം നമ്മുടെ സാധനം മാറി. ആർക്കൊക്കെ ഗേവി വേണം? കുറച്ചല്ലേ കൊടുക്കാറുള്ളൂ. ക്ഷമ പഠിക്കും. അമ്മയോട് കാത്തിക്കുന്നുണ്ട്. ആരാ അച്ഛണ്ടാക്കിയ മ്യാവൂ മാവൂ പറഞ്ഞേ? ഇതാർക്ക് വേണം? ഇതാർക്ക് വേണം? ആ ഗേവി ഗേവി ഗേവി. ചോദിച്ചിട്ട് കൊടുക്കാത്തതാണ് ദേഷ്യം വന്നിട്ട് അവൻ പോയി. ആശിൻ്റെ മരുന്നിൻ്റെ കവർ തട്ടിയിടാൻ നോക്കുക. ആശി താഴെ ഇറങ്ങ. ആശി അയ്യേ, ഞാൻ അപ്പളെ പറഞ്ഞാടാ താഴെ ഇറങ്ങാൻ. അയ്യേ നേടി സിമ ആശി അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോവാം പോവാം മേട്ടയ്ക്ക്. ആണോ എന്നിട്ട് എന്നടാ എന്താ എന്നെ? ഇത് കഴിഞ്ഞല്ലോ, ഇത് കൊച്ച് കഴിച്ചു കഴിഞ്ഞല്ലോ, പിന്നെന്താ? ഇത് കഴിച്ചു കഴിഞ്ഞല്ലേ? ഇത് കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഗൈസ് ഇന്നും ഒരു ചെറിയ അടിപൊളി ദിവസമായിരുന്നു. വലിയ സംഭവങ്ങളായിട്ടൊന്നും നടന്നില്ല. ആൻഡ് നോർമൽ ഡേ. പക്ഷെ വൈകുന്നേരം അപ്പോൾ മൂത്തുമാക്കൊന്ന് ചെറുതായിട്ട് വയ്യാതെയായി. ചെറിയൊരു അലർജി പോലെ വന്നു. ആൻഡ് വെൽ കയറിപ്പോയി. ഇഞ്ചക്ഷൻ എടുത്തു. ആൻഡ് ഉമ്മച്ചിക്ക് കഴിഞ്ഞ ദിവസം എടുത്ത അതുപോലത്തെ ഇഞ്ചക്ഷൻ എന്തോ ആണ് അലർജിയുടെ ഇച്ചിങ് വരുമ്പോൾ എടുക്കുന്നത്. ആൻഡ് തലകറക്കവും ഒരു മന്നിപ്പൊക്കെ ആയിരുന്നു. സെഡേഷനും ഉണ്ടായിരുന്നു നന്നായിട്ട്. സോ തിരിച്ച് ഓട്ടോയ്ക്കാണ് വന്നത്. സോ അതിൻ്റെ ടെൻഷനിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. വന്നു, ഫുഡ് കഴിച്ചു, കിടക്കാൻ പോവാണ്. സോ നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.